ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. ചേച്ചി ക്ലീനിങ് ചെയ്യുന്നതൊന്ന് കാണിക്കാവോ, ഓരോ സ്ഥലങ്ങളും എങ്ങനെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്ഥലങ്ങൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ. ഞാൻ വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കാനായിട്ട് LGയുടെ തന്നെ സ്കെയിൽ ഗോ എന്ന് പറയുന്ന ഒരു പൊടിയാണ് ഇതൊരു പാക്കറ്റിൽ 3 എണ്ണമാണ് വരുന്നത്. അപ്പം ഒരു 3 ഇതുപോലത്തെ പാക്കറ്റായിട്ടാട്ടോ വരുന്നത്. അതിൽ ഒരെണ്ണമാണ് ഒരു സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് കുറച്ച് എക്സ്പെൻസീവാണ്. നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാനും കിട്ടും കേട്ടോ. നമുക്ക് അത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഡ്രം ക്ലീനിങ്ങിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അത് ഉൾഭാഗം മാത്രമേ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പുറം ഭാഗം എല്ലാം നമ്മൾ തന്നെ ക്ലീനാക്കി എടുക്കണം. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ പൗഡർ ഇടുന്ന ഏരിയയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ഡോറ് ഒരു ഗ്ലാസിൻ്റെ ഡോറാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ലതുപോലെ ക്ലീനാക്കി എടുത്തു. പിന്നെ അതിൻ്റെ ഈ ഉൾഭാഗത്തെ ഡോറിൻ്റെ ഉൾഭാഗവും നല്ലതുപോലെ തുടച്ച് ക്ലീനാക്കി എടുത്തു. ഞാൻ മറ്റേ ആ തുണിയിലോട്ടിട്ട ലിക്വിഡ് ഒരു ഹാൻഡ് വാഷാണ് കേട്ടോ. എൻ്റെ കൈക്കൊന്നും ഒരുപാട് പ്രശ്നങ്ങൾ വരാതിരിക്കാനും, നമ്മൾ ഈ ചില ലിക്വിഡുകൾ ഉപയോഗിക്കുമ്പം കൈക്കൊക്കെ അലർജി വരുമല്ലോ, അങ്ങനത്തെ വരാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ ഹാൻഡ് വാഷ് വെച്ച് യൂസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കുമ്പോഴുണ്ടല്ലോ, ഈ ഒരു റബ്ബറിൻ്റെ ഒരു റിങ് ഉണ്ട് ഈ ഭാഗത്ത്. ഇത് നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് ഒരിക്കലും വിട്ടുപോകരുത് കേട്ടോ. എനിക്ക് പണ്ട് ശ്രദ്ധിക്കാതിരുന്നിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സ്കിന്നിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സ്കിന്നിൻ്റെ പ്രോബ്ലംസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ ഈ ഭാഗം എല്ലാം ക്ലീൻ ആണോ എന്നുള്ളത്. ഇത് നമ്മളൊരു ആഴ്ചയിൽ ക്ലീൻ ആക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. നമുക്ക് ഒരുപാട് അഴുക്ക് കാര്യങ്ങളൊന്നും അവിടെ വരാതെ ഇരിക്കാനും, ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമേ, അതൊക്കെ ക്ലീനാക്കി വിടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, എനിക്കാകെ ഇത്രയും അഴുക്കാണ് കിട്ടിയത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അധികം അഴുക്കും പൊടിയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ എടുക്കുന്ന ക്ലോത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെയും തുടച്ച് ക്ലീനാക്കി ആ ഏരിയ ക്ലീൻ ആയില്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ. അപ്പം എൻ്റെ തുണിയൊക്കെ ഞാൻ നല്ലപോലെ വാഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അടിയിലെ ഒരു ഭാഗമുണ്ട്, അവിടെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇതിനകത്തൊരു ട്യൂബ് ഉണ്ട് സൈഡിൽ അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കിങ്ങനെ ഇളക്കി ഇങ്ങനെ എടുക്കാം. അതിൻ്റെ അറ്റത്തുള്ള ഒരു നോബ് പോലത്തെ ഒരു ഇതുണ്ട്, അത് നിങ്ങളുടെ ഊരി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴുക്ക് വരുന്നത് കാണാം. ഈ ഭാഗം ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഒരു 3 മാസത്തിലധികമായി കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം അറിയാമായിരുന്നു എനിക്ക് ഈ ഭാഗത്ത് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത്. ഇത് കുറച്ച് വെള്ളം ഉണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ. അതുകൊണ്ടാണ് ഞാൻ ആ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ബാസ്ക്കറ്റാണ് താഴെ വെച്ചിരിക്കുന്നത്, അത് ഇട്ട് കൊടുത്തത്. വെള്ളം വരുമ്പോൾ അത് അതിനകത്ത് കളക്ട് ചെയ്തോളും. ഈ ഭാഗവും ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്തും നമുക്ക് ഈ ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊക്കെ വന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗം അത്യാവശ്യം അഴുക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിന് നമുക്ക് പയ്യെ പൊക്കിയിട്ട് നമുക്ക് ആ സിങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാവേ. ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീനാക്കി എടുക്കുക. നമ്മൾ സോപ്പോ എന്ത് വെച്ചിട്ടാണെങ്കിലും, സോപ്പ് പൊടിയോ ലിക്വിഡോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് നല്ലപോലെ ക്ലീനാക്കി ഉരച്ച് വൃത്തിയാക്കി എടുക്കുക. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഈ വക ഭാഗങ്ങളെല്ലാം എനിക്ക് എത്ര പേർക്ക് ഇത് ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളത് അറിയും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് നമ്മൾ സർവീസിന് വിളിക്കുമ്പോഴൊക്കെ, അവരെ ക്ലീനിങ്ങിന് വിളിക്കുമ്പോൾ മസ്റ്റായിട്ടും ചെയ്യുന്ന ഏരിയകളാണ് കേട്ടോ. അപ്പം ഞാൻ സാധാരണ സർവീസിനൊക്കെ ഇവിടെ ആൾക്കാരെ വിളിക്കുമ്പം അവരെവിടെയൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തന്നെ സർവീസിനെ വിളിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പമാണല്ലോ. അപ്പോൾ എൻ്റെ ആ ഭാഗത്തെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഇനി അത് അടച്ച് വെച്ചാൽ മതി. ഇനി എനിക്ക് ആ ക്ലോത്തൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിത് ആ വാഷിംഗ് മെഷീൻ്റെ ബാക്കി പുറവും ബാക്കി കാര്യങ്ങളും എല്ലാം ക്ലീനാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് ആ പൗഡർ ഇട്ടിട്ട് അതൊന്ന് അടിക്കാനായിട്ട് വിടാം കേട്ടോ. ഇതാണ് സ്കെയിൽ ഗോ. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നേരിട്ട് ഇങ്ങനെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ പൗഡർ ഇടുന്ന ഏരിയയിൽ കൂടെ നമുക്ക് വേണമെങ്കിലും അങ്ങനെയാണെങ്കിലും നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ. ഇതിൽ എൻ്റെ വാഷിംഗ് മെഷീനിൽ ഇതിൻ്റെ അകത്ത് ടബ് ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ TCL എന്ന് കാണിക്കും കേട്ടോ അതിൻ്റെ ഡിസ്പ്ലേയിൽ.
അത് ചുമ്മാ ഓണാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരു 2 കുഞ്ഞു ടവൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ലിക്വിഡ് ബാക്കിയുള്ള കംഫർട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്ന ഏരിയ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാവേ. ഇത് ക്ലീൻ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ടാപ്പിൽ വരുന്ന വാട്ടറിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഇവിടെ നമ്മൾ ഈ കറ പിടിക്കും, ഒരു മഞ്ഞ കറ വരും. അപ്പം അത് ഹാർഡാണെങ്കിൽ നല്ലോണം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മൾ ക്ലീൻ ആക്കണം. അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ലിക്വിഡ് ഇടുന്ന ഭാഗമൊക്കെ നല്ലപോലെ അഴുക്ക് പിടിച്ച് ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന് വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് അങ്ങനെ അധികം കറയായിട്ട് പിടിച്ച് നിൽക്കാറില്ല. നമ്മൾ വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ക്ലീനായി പോകാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് ക്ലീനാക്കി വെക്കേണ്ട ഒരു ഏരിയയാണ്. ഇത് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ട് വെച്ചു. ഇനി എൻ്റെ വാഷിംഗ് മെഷീൻ്റെ പരിപാടികളെല്ലാം തീർന്നു കേട്ടോ. ഇനി അത് അടിച്ചെല്ലാം തീർന്നു കഴിയുമ്പം നമുക്ക് ആ ഡോറൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കൊടുത്താൽ മതി. വേറെ പരിപാടികളൊന്നുമില്ല. ഇനി എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് കിച്ചൻ്റെ കബേർഡുകളാണ്. ഞാൻ ഒരു ദിവസത്തിൽ ഒരുപാട് പ്രാവശ്യം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന കബേർഡുകളാണ് ഇത് മുഴുവനും ഉള്ളത് കേട്ടോ. അപ്പം ആ ഒരു 3 കബേർഡാണ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഡീപ്പ് ക്ലീനിങ് പ്ലാൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മുഴുവനും മാറ്റിയിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അല്ലാതെ ഞാനിത് ചുമ്മാ തുടച്ചു വിടാറുണ്ട് ഇതുപോലെയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കേട്ടോ. പക്ഷെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പം അതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും മാറ്റി നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. എന്നാലേ നമുക്ക് അതിൻ്റെ മാറ്റും, അതിൻ്റെ താഴെ മാറ്റുണ്ട്, മാറ്റൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ട് പറ്റുള്ളൂ. ഇതും ഞാൻ ഒരു ഹാൻഡ് വാഷ് തന്നെയാണ് ക്ലോത്തിലോട്ട് ഒഴിച്ചത്. ഇത് വേറൊരു ക്ലോത്താണ് കേട്ടോ. നമ്മളെപ്പോഴും കിച്ചൺ ക്ലീൻ ആക്കാനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള എക്യുപ്മെൻറ്റുകൾ ക്ലീൻ ആക്കാനും ഒക്കെ ഓരോരോ ക്ലോത്തുകൾ വെക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ അതിന് വേണ്ടി മാത്രമല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. ഇത് കണ്ടോ, ഞാൻ ഈ സ്പൂൺ സ്റ്റാൻഡ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവരൊന്ന് പറയണേ. ഞാൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് കണ്ടോ, ഈ മാറ്റിൻ്റെ താഴത്തെല്ലാം നല്ല അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാറ്റെല്ലാം ഞാൻ എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നതെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴത്തെ ഭാഗം, കബേറിൻ്റെ ഭാഗം എല്ലാം നമ്മൾ ഈ നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. നനഞ്ഞ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ തുണിയും വെച്ചിട്ട് തുടയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കബേർഡുകൾ കംപ്ലൈൻറ്റ് വരും കേട്ടോ. അപ്പം നല്ല പോലെ, അതായത് വെള്ളത്തിൻ്റെ അംശം അധികം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതുപോലെ തന്നെ തുണി വാഷ് ചെയ്ത് ക്ലീനാക്കി നമ്മളുടെ ഈ സ്പൂൺ സ്റ്റാൻഡുകളെല്ലാം നല്ലപോലെ തുടച്ചെടുക്കുക. എനിക്ക് വരുന്നൊരു കുഴപ്പം എന്നാണെന്നറിയാമോ, ഈ സ്പൂൺ സ്റ്റാൻഡ് ഇടയിലൊക്കെ ചിലപ്പോൾ കോഫി പൗഡറൊക്കെ എങ്ങാനും അറിയാതെ വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ ഇങ്ങനെ പശ പോലെ ഇങ്ങനെ കട്ടിയായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ ശ്രദ്ധിച്ച് തന്നെ തുടച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ സാധനം എടുത്ത് വെച്ചാൽ മതി. നമ്മൾ പുറത്തോട്ട് എടുത്തു വെച്ച സാധനങ്ങൾ മുഴുവനും തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ അടുക്കി കയറ്റുകയും ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ ഷെൽഫും ഞാൻ ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അടുക്കിയത്. ഇത് ഞാൻ 2 സൈസിലുള്ള സ്പൂൺ സ്റ്റാൻഡുകളാണ് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം മേടിച്ചത് ഞാൻ ഇതാണ്. അപ്പോൾ എനിക്കിതിൻ്റെ സൈഡ് ഭാഗം ഞാൻ രണ്ടാമത്തെ ഷെൽഫ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡ് ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഈ കബേർഡിൻ്റെ സൈസിനാക്കി കട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. അതെനിക്ക് ഇൻറ്റീരിയറുകാർ തന്നെ ചെയ്ത് തന്നതാണ്. രണ്ടാമത്തെ ഷെൽഫ് ഞാൻ അതിന് ശേഷം മേടിച്ചതാണ്. കാരണം ഇത് ഭയങ്കര സൗകര്യമാണ്. ഇങ്ങനത്തെ ഒരു സ്പൂൺ സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ സൈസ് കട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ കട്ട് ചെയ്യാതെയാണ് രണ്ടാമത്തെ ഷെൽഫിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ ഓർഡർ ചെയ്തപ്പം അതിൻ്റെ സൈസ് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം നിങ്ങളുടെ കബേർഡിൻ്റെ സൈസ്, അളവും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വേണം അത് ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ. ഈ ഭാഗം കട്ട് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് രണ്ടാമത്തെ ഷെൽഫും എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത സാധനങ്ങളെല്ലാം ഇതുപോലെ ഇങ്ങനെ സ്പീഡിലിട്ട് കാണുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. എന്തൊരു പെട്ടെന്നാണ് ക്ലീനിങ് ഒക്കെ കഴിയുന്നത്. പക്ഷേ ഇത് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. നല്ല ക്ലീനാക്കി അതിൻ്റെ അടിയിലുള്ള മാറ്റെല്ലാം എടുത്ത് ക്ലീനാക്കി കബേർഡ് ക്ലീനാക്കി നമ്മൾ ഓരോന്നും അടുക്കി വരുമ്പം കുറച്ച് സമയം എടുക്കും. ആ സമയം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം കേട്ടോ ക്ലീനിങ്ങിന് നിൽക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ചുമ്മാ വെറുതെ ഫോണൊക്കെ നോക്കി കളയുന്നതിൻ്റെ 4-1 സമയം മതി ഇതുപോലെ നമ്മുടെ വീട്ടിലെ ഓരോ ഭാഗങ്ങൾ ക്ലീനാക്കി എടുക്കാനും. അപ്പം
എൻ്റെ രണ്ടാമത്തെ ഷെൽഫും ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഷെൽഫിൽ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ ക്ലീനിങ്ങിനുള്ള ബ്രഷും പിന്നെ എൻ്റെ ബോട്ടിൽ കഴുകുന്ന ബ്രഷും കാര്യങ്ങളും എല്ലാം വെക്കുന്നത്. അത് എടുക്കാനൊക്കെ എനിക്ക് എളുപ്പമായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. താഴത്തെ ഷെൽഫ് എനിക്ക് ഒരുപാട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഷെൽഫാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കുക്കിങ്ങിൻ്റെ പാത്രങ്ങൾ മുഴുവനും ഞാൻ ഈ ഷെൽഫിലാണ് കൂടുതലും, അതായത് ഡെയിലി എടുക്കുന്ന പാത്രങ്ങൾ എപ്പോഴും വെക്കുന്നത് ഇവിടെയാണ്. ഇങ്ങനെയും വെക്കാനുണ്ട്, ഞാൻ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും വെക്കാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ നിരത്തി വെക്കുമ്പോഴാണ് കുറച്ചും കൂടിയും സ്ഥലം കിട്ടുന്നതെന്ന് തോന്നാറുണ്ട്. ഇത് കണ്ടോ, ആ കബേറിൻ്റെ അകത്ത് അതിൻ്റെ മാറ്റിൽ നിറയെ അഴുക്കുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ മാറ്റ് ക്ലീൻ ആക്കുന്നത് കേട്ടോ. ഈ ബ്രഷ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഐക്കേന്ന് മേടിച്ചതാണ്. നല്ല അടിപൊളി ബ്രഷാണ് ഈ സാധനം. ഇത് ആമസോണിൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ഹാർഡായിട്ട് നമുക്ക് നല്ല ബലം എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ കറയൊക്കെ പോകും കേട്ടോ, നന്നായിട്ട് പോകും. നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനും നമുക്ക് പറ്റും കേട്ടോ. ഇതുപോലെ നമ്മൾ അതിൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം പിടിച്ചിരിക്കുന്ന ഭാഗം എല്ലാം ബ്രഷ് വെച്ച് നല്ല പോലെ ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തോ ഒക്കെ വിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും നല്ല പോലെ വെള്ളം എല്ലാം തുടച്ച് കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. നമുക്ക് നല്ലപോലെ തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നാളും കൂടി യൂസ് ചെയ്യാം. ഒരുപാട് കറയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആമസോൺ പ്രോഡക്റ്റുകൾ കാണിച്ചപ്പോൾ നമുക്ക് ഇതുപോലത്തെ മാറ്റുകൾ മേടിക്കാൻ കിട്ടും, ഷീറ്റുകൾ. അപ്പോൾ നമുക്ക് അതിട്ടാൽ മതി കേട്ടോ. കട്ട് ചെയ്ത് ഇതിൻ്റെ സൈസിന് കട്ട് ചെയ്തിട്ട്. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതുപോലെ വെക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എൻ്റെ കബേറിൻ്റെ അകത്ത് സ്പേസ് കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. ഞാൻ തിരിച്ചും വെക്കാറുണ്ട് കേട്ടോ. ഓരോ സമയം ക്ലീൻ ആക്കി കഴിയുമ്പം ഓരോ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കും. ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ഒരു പാത്രത്തിൽ തൊടാതെ നമുക്ക് അടുക്കി വെക്കാനായിട്ട് പറ്റും. നമ്മളെടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്പേസ് ഒഴിവായിട്ട് കിടക്കും. അത് കാരണം കൊണ്ട് നമുക്ക് സുഖമാണ്, അവിടെ തന്നെ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. ചിലപ്പോൾ ഞാൻ കഴുകി വയ്ക്കുന്ന പാത്രം ചിലപ്പോൾ മെയ്ഡായിരിക്കും എടുത്ത് തുടച്ചൊക്കെ വെക്കുന്നത്. എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കൂടുതലും ഞാൻ തന്നെയാണ് കേട്ടോ കഴുകാറുള്ളത്. ഞാൻ മെയ്ഡിനെ കൊണ്ട് കഴിക്കാറില്ല. അതുകൊണ്ടാണ് എൻ്റെ പാത്രങ്ങൾ കുറച്ചും കൂടി നാൾ ലാസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി ഞാൻ തന്നെ കഴുകി വെക്കുന്നതാണ് എനിക്കിഷ്ടമുള്ളത് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നതുണ്ടല്ലോ, ഞാൻ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് കേട്ടോ. ഇതൊരു മാജിക് എറൈസർ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഇതാണ്. ഇത് ഞാൻ ഈ അടുത്താണ് ഇൻസ്റ്റയിൽ ഭയങ്കര ഇതായിട്ട് ഞാനിത് കണ്ടിട്ട് ഞാനിത് മേടിച്ച് നോക്കിയത്. ഇത് നമുക്ക് കൂടുതലും ഞാൻ വോളൊക്കെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കി എടുക്കാനാണ് യൂസ് ചെയ്യാറുള്ളത്. അതിലൊരെണ്ണം ഞാനിപ്പം യൂസ് ചെയ്യാൻ എടുത്തിട്ട് അധികം നാളായിട്ടില്ല. പക്ഷേ ഇതിൽ എനിക്ക് ഉപകാരം തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ മിറർ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് വെള്ളത്തിൻ്റെ കീഴെ പിടിച്ചിട്ട് നമ്മൾ നന്നായി സ്ക്വീസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ വെള്ളം എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ചെറിയൊരു നനവുണ്ടാവും. ആ നനവ് മാത്രം മതി നമുക്ക് മിററൊക്കെ ക്ലീൻ ആക്കി എടുക്കാം. ജസ്റ്റ് ആ മിററിൽ എന്തെങ്കിലും അഴുക്കോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് തുടയ്ക്കുമ്പം നല്ല പോലെ ക്ലീൻ ആവും. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ന്യൂസ് പേപ്പർ വെച്ചിട്ട് മിറർ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പം ഇത് കണ്ടോ, ഇത് ഞാനിപ്പോൾ ഈ മിറർ തുടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിൻ്റെ അകത്ത് എന്തുമാതിരി അഴുക്കുണ്ടെന്ന് വരുന്നത്. അപ്പം ന്യൂസ് പേപ്പർ വെച്ച് തുടയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലോത്ത്, ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പാട് കാര്യങ്ങളൊന്നും ഒരുപാട് വരുന്നത് എനിക്ക് കാണാറില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഈ മിറർ ക്ലീൻ ചെയ്യാനും വോള് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. വോളിലെ അഴുക്കുകളൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് നാളായിട്ട് ഒരുപാട് അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നതാണെങ്കിൽ പോകത്തില്ല. നമ്മളിപ്പം പെട്ടെന്നൊക്കെ നമ്മൾ കൈ പിടിച്ച പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും കേട്ടോ. പിന്നെ ഇത് ക്ലീൻ ആക്കി വെക്കാനും എളുപ്പമാണ്. ഇതുപോലെ നമുക്കിങ്ങനെ വെള്ളത്തിൻ്റെ ടാപ്പിൻ്റെ കീഴെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കുമ്പം നമുക്ക് ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാനൊരു 2-3 തവണയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതൊരു 3-ാമത്തെയോ 4-ാമത്തെയോ തവണ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഞാനിത് യൂസ് ചെയ്യുന്നത്. സുഖമാണ്, ഇത് എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുമേ. പണ്ട് ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്നെങ്കിൽ ക്ലോത്തിലോട്ടോ അല്ലെങ്കിൽ മിററിലോട്ടോ ഒന്ന് സ്പ്രേ ചെയ്തിട്ടാണ്
ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ എനിക്കങ്ങനെ വെള്ളം കൊണ്ട് നടക്കേണ്ട സ്പ്രേ ബോട്ടിലൊന്നും എടുത്തിങ്ങനെ അടിക്കേണ്ടി വരാറില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ പാടുകളും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ അതിലെന്തെങ്കിലും അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതങ്ങ് തുടച്ചെടുത്ത് പോക്കോളും. പിന്നെ നമ്മളൊരു ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നല്ല പാടൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീനായിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. നമ്മുടെ ബാത്റൂമിൻ്റെയോ അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഫ്രണ്ടിലുള്ള മിററുകളൊക്കെ ആണ് നമുക്ക് എപ്പോഴും ഈ ടാപ്പൊക്കെ തുറന്നു കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ തുള്ളി ഇങ്ങനെ തെറിച്ചിട്ട് ഇങ്ങനെ പാടായിട്ട് ഇരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്നിങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ തുടച്ച് വിട്ടാൽ മതി. പെട്ടെന്ന് ക്ലീനായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പോയി ലിക്വിഡ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒന്നും ഓടേണ്ട കാര്യമൊന്നുമില്ല. ഇത് വെച്ചാലും നമുക്കിത് ജസ്റ്റ് വെറും ടാപ്പ് വാട്ടർ വെച്ചിട്ടാട്ടോ ഞാനിത് ക്ലീനാക്കി എടുക്കുന്നത്. നന്നായിട്ട് മാജിക് പോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഈ ക്ലോത്ത് കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. എനിക്ക് സാധാരണ ഇങ്ങനെ യൂസ് ചെയ്ത ക്ലോത്തുകളെല്ലാം ഇതുപോലെ തന്നെ ഒന്നെങ്കിൽ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഇടുന്ന ലിക്വിഡ് ഒഴിച്ചാലും മതി, ഇല്ലെങ്കിൽ നമുക്ക് അധികം അഴുക്കൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഹാൻഡ് വാഷ് ആക്കിയാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അതിന് ശേഷം നമ്മളത് നല്ല പോലെ എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതെടുത്ത് ഞാൻ ഉണക്കി എടുത്ത് വെക്കും. അടുത്ത ഭാഗം പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പം ഏത് ഏരിയയാണ് ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ ക്ലോത്തുകളെടുത്ത് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഒരു ദിവസം ഒരു സ്ഥലമാണ് ക്ലീൻ ആക്കാറുള്ളത് കേട്ടോ, ഇങ്ങനെ ഡീപ്പായിട്ട്. ഇപ്പോൾ ഇന്നൊരു ദിവസം ഈ ഒരു ഏരിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺലി ചെയ്യേണ്ട ക്ലീനിങ്ങുകൾ ഉണ്ടാവുമല്ലോ. പിന്നൊരു ദിവസം ഇതാണെങ്കിൽ അടുത്ത ദിവസം വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ അടുത്ത ദിവസം മിറർ, അങ്ങനെയായിട്ടാണ് പ്ലാൻ ചെയ്യാറുള്ളത്. അപ്പോൾ 3 ദിവസം ചെയ്യുന്നത് ഞാൻ ഒരുമിച്ച് ഒരു വീഡിയോയിൽ കാണിച്ചെന്നേ ഉള്ളൂ. എൻ്റെ ക്ലോത്തൊക്കെ ഞാൻ കഴുകിയെടുത്തു. ഇനി ഇതൊന്ന് വിരിക്കുക, ഇതേ ഉള്ളൂ പരിപാടി. നമ്മൾ ഈ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ക്ലോത്തുകൾ വേറെ കാര്യങ്ങൾക്ക് എടുക്കാറില്ല കേട്ടോ. നമ്മുടെ വാഷിംഗ് മെഷീൻ അടിച്ചു കഴിഞ്ഞു, നമ്മുടെ ക്ലീൻ ആയോ എന്നുള്ളത് നോക്കാം. അപ്പോൾ വാഷിംഗ് മെഷീൻ നമ്മൾ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ഡോറൊന്ന് ഓപ്പൺ ആക്കി ഇടണം കേട്ടോ എപ്പോഴും. അതായത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം എൻ്റെ തുണിയെല്ലാം ഒന്ന് കൊണ്ടുപോയി വിരിച്ചിടണം, അതേ ഉള്ളൂ ഇനി പണി. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. ഇതുപോലെയുള്ള ക്ലീനിങ് വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.